നമസ്കാരം. സൗദിയിൽ 2 പേരുടെ വധശിക്ഷ നടപ്പിലാക്കി. തീവ്രവാദ കുറ്റം ചുമത്തിയാണ് 2 പേർക്കുമെതിരെ ശിക്ഷ വിധിച്ചത്. അബ്ദുൾ റഹീം ബിൻ ഹമദ് ബിൻ മുഹമ്മദ് അൽ ഖോർഖനി, ദുർഖി ബിൻ ഹലാൽ ബിൻ സനദ് അൽ മുധേരി എന്നിവരുടെ ശിക്ഷയാണ് നടപ്പിലാക്കിയത്. സുരക്ഷാ ജീവനക്കാരന് നേരെ വെടിയുതിർത്ത സംഭവത്തിലും സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതിനും കൈവശം വെച്ചതിനും ഇവർക്കെതിരെ കേസുണ്ടായിരുന്നു. സൗദി പോലീസിന്റെ പിടിയിലായ ഇരുവരെയും വിചാരണയ്ക്ക് ശേഷമാണ് വധശിക്ഷ വിധിച്ചത്. മക്ക പ്രവിശ്യയിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ദേശീയ സുരക്ഷ നടപ്പാക്കുന്നതിലും നീതി നടപ്പാക്കുന്നതിലും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയും ജീവിതത്തിന്റെ പവിത്രത നശിപ്പിക്കുന്നവരെയും ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. തീവ്രവാദത്തിന്റെ ഭാഗമാകുന്നവർക്ക് ഇതാകും ശിക്ഷയെന്ന് ഓർമ്മിപ്പിക്കുകയാണെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 8 പേരുടെ വധശിക്ഷ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സൗദിയിൽ നടപ്പിലാക്കിയത്. മയക്കുമരുന്ന് കടത്ത കേസിൽ പിടിയിലായ 7 പേരുടെയും സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ഒരാളുടെയും ശിക്ഷയാണ് ശനിയാഴ്ച നടപ്പിലാക്കിയത്. ലഹരിമരുന്ന് കടത്ത കേസ് പ്രതികളായ 7 പേരുടെ ശിക്ഷ നജറാനിലായിരുന്നു നടപ്പിലാക്കിയത്. അതേസമയം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം സൗദി അറേബ്യയിൽ നടപ്പിലാക്കിയത് 217 വധശിക്ഷ എന്നാണ് റിപ്പോർട്ടുകൾ.